ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചാനൽ അങ്ങനെ മോണിറ്റൈസ് ആയിരിക്കുകയാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാപ്പി ന്യൂസ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയ കാര്യം ഞാൻ കുറച്ച് ദിവസം മുന്നേ അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മോണിറ്റൈസ് ആയോ എന്ന് ചോദിച്ചാലായി, പക്ഷേ ആയില്ലേന്ന് ചോദിച്ചാലായില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാനായിട്ട്, മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് റവന്യൂ കിട്ടാൻ, വരുമാനം കിട്ടാനായിട്ടുള്ള ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ആയാലാണ് മോണിറ്റൈസ് ആയെന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്റൈസ് ആവാനായിട്ടുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഷോർട്സിന് 3 മാസം കൊണ്ട് നമ്മൾ 100 ലക്ഷം വ്യൂ ആയിട്ടുണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോക്ക് നമ്മൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അത് ഒരു കൊല്ലം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ആ ഒരു സംഭവം 4000 വാച്ച് അവർ ആണ് എന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഈ 4000 വാച്ച് അവർ ഞാൻ കംപ്ലീറ്റ് ആക്കി എന്ന് പറയുമ്പോഴും നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ ഏണിൻ്റെ ഭാഗത്ത് പോയി നോക്കുമ്പോൾ നമുക്കിങ്ങനെ വാച്ച് അവർ കയറുന്നത് ഓരോ ദിവസവും അതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം മുന്നുള്ള ഡാറ്റയാണ് അതിൽ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിയുമ്പോൾ എൻ്റെ ചാനലിൽ 3500 സംതിങ് വാച്ച് അവറേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇനി ഒരു 1000+ മണിക്കൂർ ഇനി കയറാനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഷുവറാണ് മോണിറ്റൈസ് ആയി എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇന്ന് നോക്കിക്കഴിയുമ്പോൾ 3500 വാച്ച് അവർ അതിൽ കാണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മോണിറ്റൈസ് ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് മുന്നത്തെ ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പോഴേ നമുക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയി എന്നുള്ളത് എനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ വാച്ച് അവേഴ്സ് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഏണിൻ്റെ ഭാഗത്ത് നമുക്ക് 5-6 ദിവസം മുന്നത്തെ ഡാറ്റ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഫിക്സ് ആയിട്ട് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസ് വരുന്നുണ്ടെന്ന് മാത്രം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇപ്പോഴും അതിൽ 3500 വാച്ച് അവറാണ് കാണിക്കുന്നത്. ഇനിയും വാച്ച് അവേഴ്സ് കയറാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേനും ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസ് ആയിട്ടുണ്ടാവും. അതായി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡായിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ചാനൽ തുടങ്ങിയിട്ട് 6 മാസം ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് 3 മാസം എടുത്തിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് 3 മാസം കൊണ്ട് 100 ലക്ഷം ഷോർട്സിന് വ്യൂ ആക്കിയിട്ട് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാമെന്നാണ്. പക്ഷേ 1 മാസം 2 മാസമൊക്കെ നോക്കിയിട്ടും എന്നെ കൊണ്ട് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഷോർട്സിനൊക്കെ എനിക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം കയറുന്നുണ്ടായിരുന്നെങ്കിലും ഈ ഒരു 100 ലക്ഷത്തിലേക്ക് എത്താനായിട്ട് എനിക്ക് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ബോധം ഉദിച്ചത്. ഇത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഒരു കൊല്ലം കഴിയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനുള്ള ടൈം കഴിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ട് എന്തായാലും മോണിറ്റൈസ് ആക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ലോങ് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രോപ്പറായിട്ടുള്ള ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് 5 മണിക്കൂറൊക്കെയാണ് വാച്ച് അവർ കയറിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ തളരാതെ ലോങ് വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ സമയത്ത് ക്രാഫ്റ്റാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്രാഫ്റ്റ് നമുക്ക് എല്ലാ ദിവസവും ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ 2 ദിവസം ഇടവിട്ടിട്ട് ഓരോ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ലോങ് വീഡിയോസിന് കൂടി പോയി കഴിഞ്ഞാൽ 500-1000 വ്യൂസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 500-1000 വ്യൂസ് ഞാൻ വിചാരിച്ചു കിട്ടുന്ന വ്യൂസ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറ്റുന്ന രീതിയിൽ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം എനിക്കൊരു 100-200-300 വാച്ച് അവറൊക്കെ കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു 4000 വാച്ച് അവറിലേക്ക് എത്താന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. കാരണം ഒരു വീഡിയോയിൽ നമുക്കൊരു 500 വ്യൂ ഒക്കെ കിട്ടിയാൽ മാത്രമാണ് എനിക്ക് ഒരു 20-30 മണിക്കൂറൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഓഡിയൻസ് എത്ര മിനിറ്റ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നോ അതാണ് നമ്മുടെ വാച്ച് അവറായിട്ട് കൂട്ടുന്നത്. അപ്പോൾ
എത്ര ആൾക്കാർ കണ്ടെന്ന് പറഞ്ഞാലും അവർ വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എത്ര മിനിറ്റ് ആണോ കാണുന്നത് ആ ഓരോ മിനിറ്റ് കൂട്ടി വെച്ചിട്ടാണ് ഈ 1 മണിക്കൂർ ആവുന്നത്. അപ്പോൾ വാച്ച് അവർ കയറ്റാന്ന് പറഞ്ഞതും കുറച്ചധികം കഷ്ടപ്പാടുള്ള പണിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഒരു ദിവസം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസ് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് യൂട്യൂബ് ചാനൽ ടിപ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആവുന്നുള്ളത് എനിക്ക് മനസ്സിലായി. കുറച്ച് ഓഡിയൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതല്ലാതെ പ്രൊഫഷണൽ ആയിട്ടൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതല്ല. എന്നാലും കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഞാൻ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് തരാം. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എന്നൊന്ന് വീഡിയോ കണ്ടു നോക്കുക. കാരണം ഞാനിതെൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിനായിരിക്കും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്നൊന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് ഞാൻ ഈ ഒരു 4000 വാച്ച് അവർ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയെന്നുള്ളത് എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാന്നുള്ളത് ചിലർക്ക് അത് പെട്ടെന്ന് സിമ്പിളായിട്ട് പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഓരോ ദിവസവും ഞാനിങ്ങനെ വൈറ്റി സ്റ്റുഡിയോയിൽ ഏണിൻ്റെ ഭാഗം എടുത്ത് നോക്കും എത്ര മണിക്കൂർ കയറുന്നുണ്ട്. അപ്പോൾ മുന്നൊക്കെ എനിക്ക് ഒരു 10 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസത്തിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കയറിയാലും കുറച്ചധികം നാളെടുക്കും നമുക്ക് മോണിറ്റൈസ് ആവാനായിട്ട്. പിന്നെ ഞാൻ ഈ ഒരു യൂട്യൂബിൻ്റെ ടിപ്സൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോന്ന് ഒരു 200 മണിക്കൂറൊക്കെ കയറി തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും ഓഡിയൻസിന് ഈ ഒരു വീഡിയോ ആണ് ആവശ്യമുള്ളതെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനലിൽ ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ തന്നെ ആയിരിക്കും. നമ്മുടെ വേറെ ഏതെങ്കിലും ഐഡിയിൽ നിന്ന് നമ്മൾ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. അതല്ലാതെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അങ്ങനെ ഓരോ ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അത് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ വീഡിയോയുടെ ലിങ്കും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് അത് ഇംപ്രഷനായിട്ട് കൊടുക്കും. അതായത് അവരുടെ യൂട്യൂബ് ഹോം പേജിൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ആർക്കും ഷെയർ ചെയ്തില്ലെങ്കിലും യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിതുപോലെ ആർക്കെങ്കിലുമൊക്കെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും ഇനി അധികം ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലിങ്കുകൾ ആർക്കും അയച്ചു കൊടുത്തിട്ട് കാണാനായിട്ട് ഫോഴ്സ് ചെയ്യണ്ട. കാരണം അവർ എത്രത്തോളം കാണും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. അവർ വീഡിയോ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നേരെ ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ഇംപ്രഷൻ അവിടെ കുറയാണ്. അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവും നമ്മുടെ വീഡിയോക്ക് അധികം ഓഡിയൻസ് റിട്ടൻഷൻ ഇല്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ യൂട്യൂബ് ഈ ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് മോശമായിട്ടാണ് ബാധിക്കുക. അപ്പോൾ അങ്ങനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാണ്ടാവുമ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ വ്യൂസിനെയാണ് അത് ബാധിക്കുക. വീഡിയോക്ക് പിന്നെ വ്യൂസ് ഇല്ലാണ്ടാവും. ഓട്ടോമാറ്റിക്കലി ആ ഒരു വീഡിയോ അവിടെ ഫ്രീസ് ആയ പോലെ ആവും. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പരമാവധി നമ്മളുടെ എഫേർട്ട് ഇട്ടിട്ട് അടിപൊളിയായിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യം യൂട്യൂബ് നോക്കിക്കോളും. അല്ലാതെ നമ്മൾ ഓരോരുത്തർക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കാണിക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന് തന്നെയാണ് അത് ബാഡായിട്ട് ബാധിക്കുക. അപ്പോൾ നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഒരാൾക്ക് ഷെയർ ചെയ്ത് കാണിക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ കാണുകയാണ്, അയാൾക്ക് വേറൊരാൾക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് തോന്നിയിട്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ തന്നെ ഒരാളെ ഫോഴ്സ് ചെയ്ത് ഷെയർ ചെയ്ത് കാണിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കുറയും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആർക്കും ഷെയർ ചെയ്യാറില്ല. ഞാൻ വാട്സപ്പിൽ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ടിടും. അതല്ലാതെ ഞാൻ ഒരാൾക്കും ഷെയർ ചെയ്യാറില്ല. ഓട്ടോമാറ്റിക്കലി എനിക്ക് കിട്ടുന്ന വ്യൂസാണ് ഇപ്പം എൻ്റെ വീഡിയോസിന് കിട്ടുന്നത്. അതല്ലാതെ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്ത് കാണിപ്പിക്കാറില്ല.
നമ്മളെ യൂട്യൂബിൻ്റെ ഹോം പേജിൽ വന്ന് കഴിയുമ്പോൾ ആ ഒരു വീഡിയോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എന്തായാലും ആ ഒരു വീഡിയോ കാണും. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ യൂട്യൂബിന് മനസ്സിലാവും ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ യൂട്യൂബ് പതുക്കെ പതുക്കെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ അടിപൊളിയായിട്ട് അപ്ലോഡ് ചെയ്യുക. ബാക്കിയുള്ള കാര്യം യൂട്യൂബ് നോക്കിക്കോളും. നമ്മൾ യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എത്ര പേർക്ക് യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്തു, എത്ര പേര് അത് കണ്ടു, എത്ര മിനിറ്റ് കണ്ടു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് കാണിക്കണമെന്നില്ല. അങ്ങനെ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് കാണിച്ചിട്ട് ഓർഗാനിക്കായിട്ട് കിട്ടുന്ന വ്യൂസും ഓർഗാനിക്കായിട്ട് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സും ആണ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് നല്ലത്. അതല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചവരൊന്നും നമ്മൾ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാണാനായിട്ട് ഒട്ടും ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് എപ്പോഴും നമ്മുടെ ചാനലിന് നല്ലത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോപ്പർ ആയിട്ടുള്ള SEO ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടാവണം. അതായത് SEO എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇതെന്തിനാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ യൂട്യൂബിൽ ആരെങ്കിലും നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെർച്ചിൽ നമ്മുടെ വീഡിയോ വരുള്ളൂ. അപ്പോൾ എന്താണ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ, അതുപോലെ തന്നെ #, പിന്നെ കീവേഡ്സ്, ഡിസ്ക്രിപ്ഷൻ, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. അതുകൂടാതെ തമ്പനെയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ വീഡിയോ എത്ര അടിപൊളിയാണെന്ന് പറഞ്ഞാലും തമ്പനെയിൽ മോശമായി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ വ്യൂസ് കയറില്ല. അപ്പോൾ തമ്പനെയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ എടുത്തിട്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ SEO എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ, ടാഗ്, കീവേഡ്സ്, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ തമ്പനെയിൽ, പിന്നെ ആ ഒരു വീഡിയോൻ്റെ ക്വാളിറ്റി, കണ്ടന്റിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാമാണ് നമ്മൾ SEO എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രോപ്പറായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ആർക്കും വീഡിയോ അങ്ങനെ ഷെയർ ചെയ്ത് കാണിപ്പിക്കേണ്ട ആവശ്യം വരില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ വീഡിയോ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വ്യൂസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ വീഡിയോയും അത്രയും പ്രഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ കാണാം. കാരണം നമുക്ക് പറയാൻ പറ്റൂല ഏത് വീഡിയോ ആണ് വൈറൽ ആവാന്നുള്ളത്. അപ്പോൾ ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ വീഡിയോസിനും ഇതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള SEO നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത കാര്യം കൺസിസ്റ്റൻസി ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മളെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെയാണോ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു ഷെഡ്യൂളിൽ തന്നെ മിസ്സാക്കാണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം കിട്ടുന്ന ആ ഒരു വ്യൂസ് വരെ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഓഡിയൻസ് എൻഗേജ്മെൻ്റ് ആണ്. നമ്മുടെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഈ ഒരു ഓഡിയൻസ് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനും നമ്മുടെ ഓഡിയൻസിന് ഓരോ അഭിപ്രായങ്ങൾ പറയാനായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവരെ കൊണ്ട് കമൻറ്റിൽ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിൽ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വീഡിയോയുടെ അനലിറ്റിക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ആ ഒരു വീഡിയോ ഓഡിയൻസിലേക്ക് എത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് റീച്ച് ഉണ്ടോ, വ്യൂസ് ഉണ്ടോ, ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഓരോ വീഡിയോസിൽ നിന്നും മനസ്സിലാവും ഏത് ടൈപ്പ് വീഡിയോ ആണ് നമ്മുടെ ഓഡിയൻസിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് ആ ഒരു വീഡിയോയുടെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് നമ്മുടെ ഓഡിയൻസ് ആ ഒരു വീഡിയോ കാണുന്നുണ്ട്, അതൊക്കെ നമുക്ക് YT സ്റ്റുഡിയോയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വീഡിയോ എത്രത്തോളം റീച്ചിൽ പോകുന്നുണ്ടെന്ന് മനസ്സിലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ യൂട്യൂബിൽ ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വ്യൂസ് ഇല്ലാത്ത വീഡിയോസിലാണ് ഞാൻ ഈ സംഭവം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട്.
എന്താ സംഭവം എന്നല്ലേ, നമ്മുടെ എൻഡ് സ്ക്രീനും ഐക്കാർഡാണ് കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്ത് തുടങ്ങിയത് വ്യൂസ് കുറവുള്ള വീഡിയോസാണ് ഈ ഒരു എൻഡ് സ്ക്രീനിലും ഐക്കാർഡിലൊക്കെ ഞാൻ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വീഡിയോക്ക് ഇപ്പോൾ നല്ല വ്യൂസ് കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുക. എൻഡ് സ്ക്രീനും ഐക്കാർഡൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, ഞാൻ വെറുതെ തള്ളുന്നതല്ല. ഉറപ്പായിട്ടും വ്യൂസ് കയറും. എൻ്റെ വീഡിയോസിന് വ്യൂസ് കയറിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാട്ടോ. എല്ലാവരുടെ കമൻറ്റും വായിച്ചെത്താനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എല്ലാ പരിപാടി കഴിയുമ്പോൾ തന്നെ ഈവനിങ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേ കമൻസ് ഒക്കെ വായിക്കാനായിട്ട് വിട്ടു പോകുന്നുണ്ട്. പക്ഷെ എന്തായാലും എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട്. വായിക്കുന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാനലിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണ്, അതല്ല കുറേ നാളായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണ്, ഇപ്പോഴും ചാനലിന് വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. കാരണം എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരാൾ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് അവർക്കതൊരു മോട്ടിവേഷനും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും കേട്ടോ, അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒരു സൂചന തന്നിട്ടുള്ളത്. മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ബാക്കിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടാണ്ടിരിക്കൂല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.